നയൻതാരേൻ്റെയും വിഘ്നേശ്വരൻ്റെയും ഒരു ഇൻ്റർവ്യൂ കണ്ടപ്പോഴാണ് ഈ ഒരു ഡമൻ മെസ്സിനെ കുറിച്ച് ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത്. ഇന്ന് നമ്മൾ ഉച്ചയോണ് കഴിക്കാൻ വന്നിട്ടുണ്ടത് ഇവരുടെ കോയമ്പത്തൂരുള്ള ഒരു ബ്രാഞ്ചിലേക്കാണ് കേട്ടോ. നമ്മളവിടെ എത്തി നെയിം കൊടുത്തതിന് ശേഷം ഞങ്ങൾക്കൊരു 1-1.5 മണിക്കൂർ വെയിറ്റിംഗ് ടൈം ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ സൺഡേ ആയിരുന്നു കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. ഫൈനലി ഞങ്ങൾക്കുള്ള സീറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. വരുന്നതിന് മുന്നേ 2 ഡിഷ് ഞാൻ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഒന്ന് ജപ്പാൻ ചിക്കനും പിന്നെ അതുപോലെ ഒന്ന് മുറുമുറു പ്രോൺസ് എന്ന് പറയുന്നത്. ഇത് രണ്ടും ഞാൻ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഡിഷായിരുന്നു. ഫസ്റ്റ് അവർ കൊണ്ടുവച്ചതും ഈ ജപ്പാൻ ചിക്കൻ ആയിരുന്നു കേട്ടോ. കാണാനും ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു ലുക്ക് ഉണ്ടായിരുന്നു. ഫസ്റ്റ് എല്ലാവരെയും കഴിപ്പിച്ച് അവരുടെ ഒക്കെ അഭിപ്രായം അറിഞ്ഞിട്ട് ഞാൻ കഴിക്കാന്നുള്ളതായിരുന്നു എൻ്റെ പ്ലാൻ. അങ്ങനെ ആദ്യം തന്നെ അതിൻ്റെ ടേസ്റ്റ് നോക്കിയത് ചക്കുവാണ്. അവൻ ഇഷ്ടമായി, അവൻ ഓക്കെ പറഞ്ഞു. അതിനുശേഷം അമ്മയാണ് കേട്ടോ. അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു, സൂപ്പറാണെന്നാണ് പറഞ്ഞിരുന്നത്. ഇതിൻ്റെ ഇടയിൽ നമ്മൾ അടുത്ത ഡിഷായ മുറുമുറു പ്രോൺസ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എൻ്റെ അനിയന് ചെമ്മീൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫേവറേറ്റ്. അതും അവൻ തന്നെ ആദ്യം തന്നെ ട്രൈ ചെയ്ത് നിന്ന് അമ്മ പറഞ്ഞു ഇത് ഇവൻ്റെ ഫേവറേറ്റ്, ഇവൻ്റെ തലയിൽ വെച്ച് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടായിരുന്നു ആ കോപ്പറായം കാണിക്കുന്നുണ്ടായിരുന്നത്. ജപ്പാൻ ചിക്കൻ ഒരു രക്ഷയില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ആ സോസ് ആണെങ്കിലും അതിൻ്റെ ചിക്കൻ ആണെങ്കിലും നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അടുത്ത ഐറ്റം എന്ന് പറഞ്ഞാൽ മുറുമുറു പ്രോൺസ്. ഇത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇതിൻ്റെ കൂടെ ഒരു ഡിപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് തനിച്ച് കഴിക്കുന്നതിനെക്കാട്ടി നല്ലത് ആ ഡിപ്പിൽ നമ്മൾ തൊട്ടിട്ട് കഴിക്കുമ്പോൾ അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ മെയിൻ കോഴ്സായിട്ട് ഇവർ 3 പേരും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ബിരിയാണി കേട്ടോ, മട്ടൻ ബിരിയാണി. അതിനകത്ത് വിവിൻ്റെ ഞാൻ കുറച്ച് കൈയിട്ട് വാരിയിട്ടുണ്ടായിരുന്നു. അതും എന്താ പറയുക നല്ല ഫ്ലേവർഫുള്ളാണ്, പക്ഷേ ഇച്ചിരി ഓയിൽ കൂടുതലായിരുന്നു. അതായത് നെയ്യ് ഉണ്ടാവില്ല, അത് കുറച്ച് കൂടുതലായിട്ടുണ്ടായിരുന്നു. മട്ടൻ പീസൊക്കെ നല്ല അടിപൊളിയായിരുന്നു. ഇവരുടെ എല്ലാവരുടെയും ഡിഷ് വന്ന് ഇവരെല്ലാവരും കഴിച്ചു തുടങ്ങിയിട്ട് എൻ്റെ പൊറോട്ട മാത്രം എത്തിയിട്ടുണ്ടായിരുന്നില്ലായിരുന്നു. കൂടെ ഞാൻ പറയാൻ വിട്ടുപോയ ഒരു ഐറ്റം ഉണ്ടായിരുന്നു, ഇവരുടെ നാട്ടുകോഴി സൂപ്പും നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. അത് ഞങ്ങൾ ആദ്യം ട്രൈ ചെയ്തതായിരുന്നേ. അപ്പോഴേക്കും നമ്മുടെ അടുത്ത ഐറ്റമായിട്ടുള്ള കറിവേപ്പില പെപ്പർ ചിക്കനും എൻ്റെ പൊറോട്ടയും കൂടെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ പൊറോട്ടയും അവർ തന്ന ഒരു ഗ്രേവിയും കൂടെ നമ്മുടെ കറിവേപ്പില പെപ്പർ ചിക്കനും അതുപോലെ ജപ്പാൻ ചിക്കൻ്റെ സോസും കൂടെ എടുത്തിട്ട് കഴിക്കുമ്പം വേറെ ലെവൽ ടേസ്റ്റ് ആയിരുന്നു. എനിക്ക് ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാ ഡിഷും ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. ചിലപ്പോൾ ഇത് ഓവർ ഹൈപ്ഡ് ആണോ എന്ന് ഞങ്ങൾക്ക് ഫസ്റ്റ് തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഉള്ളിൽ വന്ന് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം നല്ല അടിപൊളി ഫുഡായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ ലാസ്റ്റായിട്ട് ഞങ്ങൾ ഒരു ഗോളി സോഡയും കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ എല്ലാവരും ലെമൺ ഫ്ലേവറും വിവി മാത്രം പനീർ ഫ്ലേവറുമാണ് കേട്ടോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അമ്മ ഒഴികെ ബാക്കി എല്ലാവരും എല്ലാ ഡിഷും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവരുടെ ഇളനീർ പുഡിങ്ങും അതും കുറച്ച് ഫേമസ് ആയിട്ടാണ് ഞങ്ങൾ കേട്ടിട്ടുണ്ടായിരുന്നത്. പക്ഷേ അത് ടേക്ക് അവേ മാത്രമേ ഉള്ളതുകൊണ്ട് ഞങ്ങൾ കഴിച്ച് കഴിഞ്ഞ് ഇറങ്ങുമ്പം ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതും കൂടെ അവിടെ ഇരുന്ന് കഴിച്ചു കേട്ടോ. ഇതെന്ന് പറയുമ്പോൾ നമ്മുടെ വായിലിട്ട് ഇങ്ങനെ അലിഞ്ഞു പോയില്ല, അങ്ങനത്തെ ഒരു ടേസ്റ്റ്. ഒരു ഐസ്ക്രീം ആണോ പുഡിംഗ് ആണോ എന്ന് തോന്നാത്ത പോലത്തെ ഒരു ടേസ്റ്റ് ആയിരുന്നു. പക്ഷെ നല്ല എന്താ പറയുക, നമുക്ക് ആ ഒരു ഫ്ലേവർ നമ്മൾ മൈൻഡിൽ നിൽക്കുന്ന പോലത്തെ ഒരു ഫ്ലേവർ ഉണ്ടാവില്ല, അതുപോലത്തെ ഒരു ഫ്ലേവർ ആയിരുന്നു കേട്ടോ. നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ നിങ്ങൾ ഈ കടയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ഫുഡും നല്ല ഇതുമാണ്. നമ്മൾ കൊടുക്കുന്ന പ്രൈസിന് വർത്ത് ആയിട്ടുള്ള ഫുഡാണ്. ഓവർ ചീപ്പ് എന്നും പറയാൻ പറ്റില്ല, ഓവർ കോസ്റ്റ്ലി എന്നും പറയാൻ പറ്റില്ല.